നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ദൈവത്തിന് കുറച്ച് നൽകാൻ പറ്റില്ല. ദൈവത്തിന് മുഴുവനുമേ നൽകാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് എങ്ങനെ നൽകാൻ പറ്റുകയുള്ളൂ? മുഴുവനും. എന്തുകൊണ്ട്? ദൈവം ഇൻഫിനിറ്റാണ്, അനന്തനാണ്. അനന്തനായ ദൈവത്തിൽ നിന്നും ഒരു പാർട്ടിക്കിൾ നമുക്ക് കിട്ടിയാലും അത് അനന്തതയാണ്. അത് കുറേ കൂടി വിശദീകരിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാന ബലങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. അത് എൻ്റെ മറ്റൊരു വശം, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിയിരിക്കുകയാണ്. അതാണ് നമ്മൾ കേട്ടു. അല്ലെങ്കിൽ ഈശോയുടെ ജീവൻ, ഈശോ തന്നെ നമ്മിലേക്ക് നിറഞ്ഞിരിക്കുമ്പോൾ ഈശോയിൽ എന്തെല്ലാം ഉണ്ടോ അത് നമ്മളിലുണ്ട്. വീണ്ടും എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മളിലുണ്ടെങ്കിലും നമ്മളിൽ അത് ഫലപ്രദമായി പുറത്തു വരാത്തതിൻ്റെ കാരണം നമ്മുടെ ചിന്തകളെല്ലാം ലൗകികമായ മാനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിപ്പോൾ ഒരുവിധം ക്ലിയർ ആയല്ലോ. എങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരും. അത്രയ്ക്ക് നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഈ ലോകത്തിൻ്റേതായ ആഗ്രഹങ്ങളും ഈ ലോകത്തിൻ്റേതായ പഠന പദ്ധതികളുമെല്ലാം. ഇപ്പം ഞാൻ പറയുമ്പോൾ വിമർശിക്കാൻ തോന്നരുത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കുക. എപ്പോൾ മുതലാണ് നമ്മൾ ഈശോയെ അനുകരിക്കേണ്ടത്? ഏത് പ്രായമുള്ള ഈശോയെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്? ഏത് പ്രായത്തിലുള്ള ഈശോയെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്? പറയും. 33 വയസ്സിന് ശേഷമുള്ള ഈശോയെ? ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലേ? നമ്മൾ ഈശോയെ അനുകരിക്കുക എന്ന് പറയും. എന്ത് കാര്യത്തിലാണ് ഈശോയെ നമ്മൾ അനുകരിക്കണേ? ഞാനൊരിക്കൽ ഇങ്ങനെ വിചാരിച്ചു, ഈശോ പറഞ്ഞിരിക്കുന്ന, ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ കാര്യമൊന്ന് വിചാരിച്ചാൽ മതി. ഈശോ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായിട്ടുള്ളതൊന്ന് ചിന്തിച്ചേ. ഏതെങ്കിലും ഒരു വചനം. ഇപ്പം മാർക്കിട്ടാൽ അതും നമ്മൾ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മൾ താമ്പാതി ദൈവം പാതി ഇങ്ങനെ ജീവിക്കാൻ. ഞാൻ വിമർശിക്കണ മാതിരി തോന്നുന്നുണ്ടാകാം, എനിക്ക് ക്ഷമിക്കണം. പക്ഷേ ഇതാണ് നമ്മളിൽ. ഇപ്പം നേരത്തെ സഹോദരൻ പറഞ്ഞു, നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി, നിത്യജീവനെ ലക്ഷ്യമാക്കി. അതൊരു വശം. പക്ഷേ നിത്യജീവൻ കിട്ടുക എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നല്ല കള്ളനും സ്വർഗത്തിൽ പോയോ ഇല്ലയോ? പിന്നെ ആർക്കാ സ്വർഗത്തിൽ പോകാൻ പറ്റാത്തത്? നല്ല കള്ളനേക്കാളും വലിയ കള്ളനാണോ നിങ്ങൾ? നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി. നമ്മൾ അറ്റ്ലീസ്റ്റ് മാമോദീസെങ്കിലും സ്വീകരിച്ച കള്ളനാ. നല്ല കള്ളൻ
മാമോദീസ സ്വീകരിച്ചു. അവൻ്റെ പേര് തോമാസ് പോൾ എന്നായിരുന്നു. ആരായിരുന്നു? അപ്പോൾ നിത്യത എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ ചുമ്മാ അങ്ങനെ നിത്യതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതല്ല പരിപാടി. നല്ല കള്ളൻ നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താ? നല്ല കള്ളൻ എൻ്റെ അറിവിൽ വേറെ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോയില്ല. കാരണം അവസാനത്തെ പോയിന്റിലാണ് അയാൾക്ക് ചാൻസ് കിട്ടിയത്. എങ്ങനെയെങ്കിലും ബെഞ്ച് ഓടിച്ച ആള് അത് കയറി. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ വിളി നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാനല്ല, മറ്റനേകരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഈ ജീവിതത്തിലും അതിനുശേഷമുള്ള ജീവിതത്തിലും മറ്റൊരു ക്രിസ്തുവായിട്ട് അനേകം ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള വിളിയാണ്. അനേകം ആത്മാക്കളെ. ഇനി ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ പ്രപഞ്ചത്തെ തന്നെ മുഴുവനും രൂപാന്തരീകരിക്കുന്നതിൽ നമുക്കൊരു പങ്കുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവനും രൂപാന്തരീകരിക്കുന്നതിൽ. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. നിത്യത മാത്രമല്ല, ഇവിടെ എല്ലാത്തിൻ്റെയും പ്രശ്നം നമ്മൾ ദൈവിക ജ്ഞാനത്തിലേക്ക് അതിലേക്ക് വരുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാമേ. ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള്, നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ബൈബിൾ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയിൽ ഈ ബൈബിള് നമ്മൾക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായില്ലേ? നമുക്ക് യുവാവൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ബൈബിള് നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞാൽ 1965-70 വർഷം വരെ, അല്ലെങ്കിൽ 1950 വർഷം വരെ ഇത്രയും സുലഭമായിട്ട് ബൈബിൾ ഉണ്ടായിരുന്നില്ല, ഇല്ലേ? 1950 വരെ ഇതുപോലെ ധ്യാനകേന്ദ്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല്ലേ? ഒരു ജനറൽ കണക്കാണ്. അപ്പം ഈ കഴിഞ്ഞ 50 വർഷമായിട്ടുള്ളൂ ഇത്രയ്ക്ക് അഭൂതപൂർവമായ അതിശക്തമായ ഒരു വളർച്ച. ബൈബിള് എല്ലാവരുടെയും വീടൊന്നുക്ക് ബൈബിള്, ആളൊന്നുക്ക് ബൈബിള് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ബൈബിള് മുഴുവനും ഒരു ചിപ്പിലിട്ട് പോക്കറ്റിലിടാവുന്ന മാതിരി വന്നേക്കാണ്. പണ്ട് തുകൽ ചുരുളുകളിലും ഒക്കെ എഴുതിയിരുന്ന ആ വിശുദ്ധ ലിഖിതം ഇന്ന് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഒരു ചെറിയ ചിപ്പിൽ മുഴുവനും ആകാവുന്ന ഒരു സംവിധാനം വന്നേക്കണം. ഈ കേരളത്തിൽ മറ്റ് ലോകത്തിൽ എങ്ങുമില്ലാത്ത പോലെ, അത്രയ്ക്കധികം ലോകത്തിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത പോലെ അത്രയ്ക്കധികം ധ്യാന കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നു. 125-150 ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും, അങ്ങനെ നിരവധി പേർ വചനത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വശത്ത് ചിന്തിക്കേണ്ടത്, ഇതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിട്ടേ ഉള്ളൂ. വളരെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇതിൻ്റെ ശരിക്കും ആഴമായ ഒരു തലം ഉണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ളവർ ആണ് ആദ്യം അത് കണ്ടുപിടിച്ച് അതിനകത്തേക്ക് ഇറങ്ങേണ്ടവർ. ഈശോയുടെ ബാല്യകാലത്തെ തന്നെ എടുക്കാം. ഈശോയുടെ ബാല്യകാലത്തെയാണ് ലൂക്കാ സുവിശേഷത്തിൽ ലൂക്ക് ചാപ്റ്റർ 2:40, ലൂക്ക് 2-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത്, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതാണ്, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി എന്നെല്ലാവരും പറഞ്ഞേ. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ശിശു എങ്ങനെ വളർന്നു എന്നാ പറയണത്? ജ്ഞാനം നിറഞ്ഞു.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ഞങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ, ഞങ്ങളിലുള്ള ജ്ഞാനത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള ജ്ഞാനത്തെ തുറക്കണമേ. ഈ വാതിലൊന്ന് തുറന്നിടാമോ? ഇത്തിരി കാറ്റ് കൊണ്ട് കയറാൻ. പരിശുദ്ധാത്മാവെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണിത് മുന്നോട്ട് പോവുക. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കണ്ടോ. ഇത് മുന്നോട്ട് പോകണം. ഇതിൻ്റെ പ്രശ്നം ജ്ഞാനം തുറക്കണമെങ്കിൽ നമ്മളിൽ ഒരു ദാഹവും നമുക്ക് ഈ ലൗകിക ജ്ഞാനവും ദൈവിക ജ്ഞാനവും തമ്മിലൊരു ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അകത്ത്. അതിൽ നമ്മൾ ജയിക്കണം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജ്ഞാനമാണ്. ഒന്ന് സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വിമർശിക്കണമായി തോന്നാം. നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളുകളും കോളേജുകളും ട്രിഗ്നോമെട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, ഇല്ലേ? വാസ്തവത്തിൽ ഇതൊന്നും പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. കാരണം അതെല്ലാം വെറും ബയോ ആണ്. കർത്താവ് ഈശോ മിശിഹാ ബയോളജി പഠിച്ചോ, സുവോളജി പഠിച്ചോ? എന്നാൽ അദ്ദേഹത്തിന് അതൊക്കെ അറിയാം. എങ്ങനെ അറിയാം? ദൈവീക ജ്ഞാനം പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതാ പറഞ്ഞത് നമുക്ക് പുതിയ യൂണിവേഴ്സിറ്റി വേണം എന്ന്. ഇപ്പം നമ്മൾ ഒന്ന് ഇടത് കൈ ഇങ്ങനെ കാണിച്ച് ഇതിനാണ് കണ്ടോ, ഇത് ബയോളജിയാണ്. സുവോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്. എന്താണ് ഇടതുവശം? സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം കേട്ടോ. നിങ്ങൾ ഇന്നും കൈയൊക്കെ കാട്ട്. ഇനി ഇത് ഇങ്ങനെ കൈ കാട്ടിക്കൊണ്ടിരിക്കെ തന്നെ വലത് കൈ കാട്ട്. കണ്ടോ. അതെന്താണത്? ദൈവത്തെക്കുറിച്ചുള്ള. കണ്ടോ, രണ്ടും ഒപ്പം കാണിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. രണ്ടും ഒപ്പം കാണിക്കണം. കണ്ടോ, എന്താണത്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. താങ്ക് യു. ഇതൊരു ട്രയലാണ്. എന്താ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ധ്യാനം നന്നായിരുന്നു. ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ? ഇതൊക്കെയാണ് പ്രതീകങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കണം. ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏതെങ്കിലും ഒരു സ്കൂളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈശോ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മാതാവെല്ലാം ഈശോയെ കുഞ്ഞുനാൾ മുതൽ വളർത്തിയിരിക്കുന്നത്. താങ്ക് യു. മാതാവ് ഈശോയെ വളർത്തിയിരിക്കുന്നത് അമ്മമാരെന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ അമ്മമാരല്ല, ബാക്കി അമ്മമാർ ക്ഷമിക്കണം. നമ്മൾ ലേഡീസിനാണ് ആകെ ഒരു പരനോയ്ക്കാണ്. കൊച്ചു ജനിച്ചു കഴിയുമ്പോഴേക്കും ഉടനെ ഇതിനെങ്ങനെ പഠിപ്പിച്ച് വലുതാക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എന്ത് പഠിപ്പിക്കണം? ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം. അതെന്താ? അതെൻ്റെ ആങ്ങളുടെ മോൻ ഡോക്ടറല്ലേ, അതുകൊണ്ട് നമുക്ക് ആ ലെവലിലൊന്നും പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇത്രയുള്ള അവർക്ക് കാര്യം. അതുകൊണ്ട് ദൈവഹിതം എന്താണെന്നൊന്നും ഒരറിവില്ല. ഇതാ ഞാൻ പറയുമ്പോൾ ഇത്തിരി വിമർശിച്ച് പോകും കേട്ടോ, എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഈ കുട്ടിക്ക് ഇതിനുള്ള കഴിവുണ്ടോ, ഈ കുട്ടിക്ക് ഇതിൻ്റെ വിളിയാണോ, അതും നോട്ടില്ല. നമ്മൾ നോക്കണത് ഒരു സോഷ്യൽ പ്രസ്റ്റീജ്, ഒരു കൾച്ചറൽ പ്രഷർ. ഇതാണ് നമ്മുടെ കേരള ക്രിസ്ത്യാനിയുടെ ജ്ഞാനം. എന്നോട് ക്ഷമിക്കണേ. അതിനു വേണ്ടി നമ്മൾ എന്തും കാശും കൊടുത്ത് സീറ്റ് മേടിക്കും. എത്ര ലക്ഷം ചിലവാക്കിയെങ്കിലും സീറ്റ് മേടിക്കും. സീറ്റ് മേടിച്ച് ഞാൻ അയച്ചു, കൊച്ചു പഠിക്കുമോ? അവനവിടെ ചെന്നിട്ട് പഠിക്കാനും തോന്നണില്ല. അമ്മയപ്പനും എങ്ങനെയെങ്കിലും ഇവനെ ഡോക്ടറാക്കാൻ വേണ്ടി അങ്ങടേക്ക് അയച്ചു. അവൻ പഠിച്ചിട്ട് കയറണില്ല. അപ്പോൾ ഒരു പെങ്കൊച്ചവനെ നോക്കി. അപ്പോൾ അവനൊന്ന് നോക്കി, പറ്റിയ സമയമായി. ഏതായാലും അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ട, ഇങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നാൽ ഞാൻ ഈ പെണ്ണിൻ്റെ കൂടെ കറങ്ങി നടക്കാം.
ഇങ്ങനെ ജീവിതം വേറെ ഒരു വഴിയിലേക്ക് പോയി. ദൈവം കരുണയാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ കാരണന്മാരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു. അടിസ്ഥാനപരമായിട്ട് നമ്മൾക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ ഒരു സോഷ്യൽ പ്രഷറിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അവൻ്റെ കൊച്ചിനിങ്ങനെ കിട്ടി, അതുപോലെയെങ്കിൽ എൻ്റെ കൊച്ചായില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മോൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്ന് പറയും. എന്താണ് ദൈവഹിതം? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉപയോഗം എന്താ? ആരെങ്കിലും ഒരാൾ തിയോളജി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പറയും, അത് പഠിച്ചിട്ട് എന്നാ കിട്ടാനാ, എന്ത് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ജോലിയെയും കാശിനെയും കേന്ദ്രീകരിച്ചാണ് മറ്റൊരു പക്ഷം. ഇത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് കൂടുതൽ മാർക്കറ്റ്, അതുകൊണ്ട് അത് പഠിക്കുക. ഇന്നത് പഠിക്കുകയാണെങ്കിൽ ഫോറിനിൽ പോകാൻ നല്ല ചാൻസ് കിട്ടും, അവിടെയുള്ളൊരു ചെറുക്കനായിട്ടും കല്യാണം കഴിച്ചാൽ പിന്നെ പരിപാടി സുഖമായി. ശരിയാണോ അമ്മമാർ? ഏതാണ്ടൊക്കെ ശരിയല്ലേ? ഈ കർത്താവ് ഈശോമിശ പറഞ്ഞു അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഞാനിത് തുറന്നു പറയാണ്, നമ്മൾ ഇത്രയും വരെ എത്തിയിട്ടുള്ളൂ. പക്ഷേ വിഷമിക്കണ്ട, നമുക്കിനി എത്തണം. എങ്ങനെ എത്തണം? നമ്മുടെ ഈ ശിശു വിദ്യാഭ്യാസം മുതൽ അടിസ്ഥാനപരമായൊരു മാറ്റമുണ്ടാകണം. കുഞ്ഞുങ്ങളെ ട്രിഗ്നോമെട്രിയും ബയോളജിയും കെമിസ്ട്രി ബോട്ടണി ഫിസിക്സ് പഠിക്കുന്നതിന് മുൻപ് അവരെന്ത് പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. ഇനി ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യമാണ് ഇപ്പോൾ പറയണേ, നമ്മൾ ശുശ്രൂഷകരുടെ കാര്യം തന്നെ. നമ്മൾ എന്ത് പഠിക്കണം? വചനം പഠിക്കണം. വിഷമിക്കൊന്നും വേണ്ട, തലമുടിയൊക്കെ നരച്ച് നിയായിച്ചും കൊണ്ട് ഇപ്പോഴും നമ്മൾ ശിശുവാണ്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വചനം ഇപ്പോഴും സമീപസ്ഥമാണ്. ഈ ഒരു പോയിൻ്റാണ് എന്നെ വളരെ സ്പർശിച്ചത്. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ശിശു കോംപ്ലാനും ബോൺവിറ്റയും കഴിച്ച് ശക്തനായി എന്നല്ല അവിടെ എഴുതിയേക്കണത്. എങ്ങനെ ശക്തനായി? ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ. ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈശോയുടെ ആ ബയോളജിക്കൽ ഗ്രോത്ത് ഒന്ന് ചിന്തിക്കാൻ. ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ്, ഹിസ് ബയോളജിക്കൽ ഗ്രാഫ്. ശിശു ആയിരുന്നപ്പോഴും ജ്ഞാനം. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ഈ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നത്, ശിശു വളർന്നു 12 വയസ്സായി. ഗ്രാഫ് പോകുന്നു ഒരു 45 ഡിഗ്രിയിൽ. ഈ 12 വയസ്സ് കാലത്തും അവൻ എന്തായിരുന്നു? ജ്ഞാനവും. ഈ ബാലൻ ആ യേശുവിനെ ദേവാലയത്തിൽ അവിടെ ഒരു സെറിമണിയാണത്, കോൺസെക്രേഷനാണ്. 12 വയസ്സാകുമ്പോൾ ഇസ്രായേൽ യുവാവ് അല്ലെങ്കിൽ ബാലൻ അവൻ വേദം പഠിച്ച് മുഴുവൻ പഠിക്കണം. അവൻ അപ്പോഴേക്കും വചനം മുഴുവൻ അവനറിയാം. ഹി ബിക്കം സൺ ഓഫ് ദ ലോ. അവൻ നിയമവും നിയമഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചിരിക്കും. അവനത് പറയാനും ഉള്ള വ്യാഖ്യാനിക്കാനും കൂടിയുള്ള വരമാണത്. അങ്ങനെയാണ് ജെറൂസലേം ദേവാലയത്തിൽ മാതാവും ഔസേപ്പിതാവും ഈ ബാലനുമായിട്ട് ചെന്നത്. അതുവരെ അവന് ആ പോർട്ടിക്കോയിൽ ഈ വേദശാസ്ത്രികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അനുവാദമില്ല, അവിടെ പോകാൻ അനുവാദമില്ല. ഈ കോൺസെക്രേഷൻ കഴിഞ്ഞാൽ അവിടേക്ക് പോകാം. കോൺസെക്രേഷൻ കഴിഞ്ഞ വഴി തന്നെ ഇവൻ അങ്ങോട്ടേക്ക് പോയി. ഔസേപ്പിതാവ് വിചാരിച്ച് ഒന്ന് കൈവീശി കാണിച്ചേ. ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് കേൾക്കുമ്പോൾ ഉറക്കവും വരും, ഇവിടെ നിന്നിട്ട് പോകണമെന്ന് തോന്നും. അതുകൊണ്ട് ഒന്ന് എല്ലാവരും അടുത്തിരിക്കുന്നവർ സഹായിച്ചോ, ഒന്ന് ഉന്തിയും തള്ളിയൊക്കെ. ശരി, ഒരു ഇടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെഷനാണ് ഇനി വരാൻ പോണത്. ഔസേപ്പിതാവ് വിചാരിച്ച്
അവൻ്റെ അമ്മേനെ പറ്റി, അവൻ അമ്മേൻ്റെ കൂടെ എപ്പോഴും നടക്കുള്ളൂ. അവരിങ്ങനെ ഒന്നിച്ച് നടക്കണം. അവൻ അമ്മേനെ വിട്ടെങ്കിലും പോകില്ല, അവൻ അമ്മയുടെ കൂടെ ആയിരിക്കും വിചാരിച്ച്. മാതാവ് വിചാരിച്ചു അവനിപ്പോൾ കോൺസെൻട്രേഷനൊക്കെ കഴിഞ്ഞ് അവനിപ്പോൾ ആണായേക്കല്ലേ, അവനിപ്പോൾ അപ്പൻ്റെ കൂടെ ആയിരിക്കുള്ളൂ വിചാരിച്ച്. പക്ഷേ ഈ സൂത്രത്തിൽ ഇവർ രണ്ടുപേരെയും വിട്ട് ജ്ഞാനം, അവന് ചിന്ത മുഴുവൻ എന്താണ്? ജ്ഞാനികളോടൊപ്പം സംസാരിക്കണം, ജ്ഞാനികളോടൊപ്പം ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്നോട് വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ ചോദിച്ചു പറയാറുള്ളൂ, ബ്രദറെ എനിക്കൊരു കാര്യം ഡിസ്കഷൻ ചെയ്യാനുണ്ട്, ഒന്ന് ചർച്ച ചെയ്യാനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്കുണ്ടാവുള്ള സന്തോഷം. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വാ, നമുക്ക് ഇപ്പം തന്നെ ഇരിക്കാം. അങ്ങനെ ചിലപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരു വീട്ടിൽ ഇതേമാതിരി എന്നെ വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ അവിടെ വന്നപ്പോൾ അയാളുടെ ഭാര്യയും ഇത് കേൾക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് അത്താഴം അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്താഴം കഴിക്കാനും കൂടി കണക്കാക്കിയിട്ടാണ് അവിടെ ചെന്നേക്കണേ. എങ്കിലും 4 മണിക്ക് ചെന്ന് ചർച്ച ചെയ്യാനല്ലോ, അപ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ 1-2 പേരെയും വിളിച്ചു. അങ്ങനെ ഈ ചർച്ച അങ്ങ് ആരംഭിച്ചിട്ടേ സമയം പോയതറിഞ്ഞില്ല. 11 മണി വരെ ആയി. അപ്പോഴാണ് ഈ വീട്ടുകാരി പറയാണ്, അയ്യോ ഞാൻ ഭക്ഷണം വെക്കണ കാര്യം മറന്നുപോയി. എന്നെ അത്താഴം കഴിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നടന്ന സംഭവമാണിത്. ഒരു വീട്ടമ്മ എന്നെ അത്താഴം കളിക്കാൻ ക്ഷണിച്ചു. അവൾ കുറച്ച് ചർച്ച ചെയ്തിട്ട് പിന്നെ അരിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവളത് പാടെ മറന്നുപോയി. കണ്ടോ ചർച്ചയുടെ രുചി എത്രത്തോളം ഉണ്ട്. ഇതാണ് ചർച്ച. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അത്താഴമല്ല ഇവിടുത്തെ കാര്യം. അറ്റ്ലീസ്റ്റ് നിന്നെ ഇവിടെ ഈ ചർച്ച പിടിച്ചിരുത്തിയല്ലോ, നിനക്കതിൽ അത്രയ്ക്ക് ആസ്വാദ്യവും അത്രയ്ക്ക് എൻലൈറ്റനിങ് ആയിട്ട് തോന്നിയത് കൊണ്ടല്ലേ. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഈ ബാലൻ. അവൻ ചർച്ച ചെയ്യാൻ തുടങ്ങി, അപ്പനും അമ്മയുടെ കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ച് സമയം പോയതറിഞ്ഞില്ല. അപ്പനും അമ്മയും പോവുകയും ചെയ്ത് ഇനിയിപ്പോൾ എവിടെ പോകാനാ. അങ്ങനെ അവർ ചർച്ച തുടർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. അങ്ങനെ ആണ് 3 ദിവസം മുഴുവനും ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു അനിമേഷൻ ഫിലിം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ് ഇവർ ചർച്ച ചെയ്തതെന്ന് അവിടെ എഴുതിയിട്ടില്ല. അത് എഴുതിയിട്ടില്ല. അത് ഞാൻ കണ്ടുപിടിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന്. പരിശുദ്ധാത്മാവിനറിയാലോ, 1-2 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ വചനം വായിച്ചേ, 2:46 വായിച്ചേ. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം, എല്ലാവരും ഒന്ന് കരമുയർത്തി ശബ്ദമുയർത്തി, കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. കണ്ടോ, കേട്ടവരെല്ലാം ഈ ബാലന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വേണ്ടത്. പക്ഷേ നമ്മൾ കുഞ്ഞായിരുന്ന 12 വയസ്സിൽ നമുക്ക് ക്ഷമിക്കണം വല്ലതും അറിയായിരുന്ന നമ്മുടെ കാര്യം തന്നെ പറയില്ലേ. ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഉടനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട്
കുറേയൊക്കെ ഇപ്പോൾ ലോഗോസ് ക്വിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ചിലവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അവർക്ക് വല്ല മിക്കി മൗസ്, സൂപ്പർമാൻ, ടോം ആൻഡ് ജെറി ഇങ്ങനെയൊക്കെയുള്ള ചില കാർട്ടൂണിലാണ് അവർക്ക് താല്പര്യം. അങ്ങനെ അവരെല്ലാം ഒരു കാർട്ടൂണായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരാളെ 12 വയസ്സുള്ള ഒരു ചെറുക്കനെ കണ്ടാൽ അറിയാം അവൻ്റെ കോപ്രായങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹെയർ സ്റ്റൈല്, അവൻ്റെ കയ്യിലും കാലിലുമൊക്കെ ഉള്ള ചില ആഭരണങ്ങളും ചില ഡ്രസ്സുകളും എല്ലാം കണ്ടാൽ അറിയാം ഇവൻ ഏത് കാർട്ടൂണിൻ്റെ അഡിക്റ്റാണെന്ന്. ഈ എന്ത് ജ്ഞാനമാണ് പറയും. ഇവർ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ, വയസ്സായി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇവരുടെ ബുദ്ധിയിൽ ഇത് നിറഞ്ഞിട്ട് ഇവർക്ക് ഡിപ്രഷൻ വരും. ഡിപ്രഷൻ ഇത് ഇന്നത്തെ ഒരു ജനറൽ രോഗമാണ്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇച്ചിരി വൈഡായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ പ്രവർത്തനം. ഇപ്പം ഈ നോക്കി, ഈ ഫാൻ കറങ്ങണം. എന്തുകൊണ്ടാണ് അത് കറങ്ങണേ? അതിനൊരു ബോഡിയുണ്ട്, അതിനൊരു മനസ്സുണ്ട്. ബോഡിയാണ് ഈ കറങ്ങണത് ഇല്ലേ, അതിൻ്റെ ബ്ലേഡുകൾ. പക്ഷേ കറണ്ട് കൊടുത്തേക്കുന്നത് ബോഡിയിലാണോ? അതിൻ്റെ അകത്തൊരു ഹബ്ബുണ്ട്, അതിൻ്റെ അകത്തൊരു കോറുണ്ട്. എന്ന പോലെയാണ് നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരം. ആത്മാവ്, മനസ്സ്, ശരീരം. ഈ ശരീരത്തിലേക്കല്ല പവർ വരുന്നത്. പവർ വരുന്നത് ആത്മാവിലേക്കാണ്. ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സ് ശരീരത്തിൽ. ആത്മാവിലാണ് പവർ. ആത്മാവിൽ നിന്ന് മനസ്സിലേക്ക് പവർ വരുന്നില്ലെങ്കിൽ മനസ്സിന് സ്വയമേവ കുറച്ച് കപ്പാസിറ്റി ഉണ്ട്, കുറച്ച് കപ്പാസിറ്റി. അത് കഴിഞ്ഞാൽ മനസ്സിന് താങ്ങാൻ പറ്റില്ല. അതിനാണ്, ആ താങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മനസ്സ് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ ഭാരം കയറിയിരിക്കണം. ഇപ്പം നമ്മൾ തന്നെ ആരെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ചെയ്യണ ആദ്യകാലങ്ങളിൽ ആരെങ്കിലും കുറേ പ്രശ്നങ്ങൾ വന്ന് നമ്മളോട് പറയും, അയ്യോ എനിക്കിത് കേൾക്കാൻ പറ്റണില്ല, എൻ്റെ തലയ്ക്ക് ഭാരം. എന്തുകൊണ്ടാണ്? നമ്മൾ തല കൊണ്ട് കേൾക്കണത് കൊണ്ടാണ്. മറിച്ച് നമ്മൾ എന്തുകൊണ്ട് കേൾക്കണമായിരുന്നു? ഹൃദയം കൊണ്ട് കേൾക്കണമായിരുന്നു. അതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ. തല കൊണ്ട് കേൾക്കണതല്ല കൗൺസിലിംഗ്. തലയ്ക്ക് ഇതിനെ പരിഹരിക്കാൻ ഒരു 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 ഉപാധിയുമില്ല. എന്നാൽ ഹൃദയത്തിൽ ദൈവം തന്നെ വസിക്കുന്നു. ഒന്ന് കൈവീശി കാണിച്ച് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവാത്മാവ് അതിനെ സ്വീകരിക്കുകയും ആ പറഞ്ഞ ആൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെ പ്രശ്നം, അവർക്ക് ആരോടും പറയാനില്ല. പറഞ്ഞാൽ തന്നെ അവർ പറയും പിന്നെ അതിന് വട്ടാണ്. ശരിയായിരിക്കാം, വട്ടാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മുടെ നാട്ടിലും ഇതൊരു പ്രശ്നമാണ്. ബാക്കി രോഗത്തിനൊരു പ്രശ്നമില്ല. ഹാർട്ട് അറ്റാക്കാണല്ലേ, അത് നല്ല രോഗമാണ്. ക്യാൻസർ, ക്യാൻസറാണല്ലേ, ഓക്കെ. ഇത്തിരി മാനസിക രോഗമാണല്ലേ, മഹാമോശം രോഗം. ഈ ഹാർട്ട് മാതിരി തന്നെയുള്ളൊരു അവയവമല്ലേ മനസ്സ്, അതിനും ഇടയ്ക്ക് ഇച്ചിരി രോഗം വരാൻ പാടില്ലേ? അതാണ് നമ്മൾ അതിനെ വളരെ മോശമായ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. ഹാർട്ട് അറ്റാക്കൊക്കെ വന്നാൽ ഇച്ചിരി നല്ല രോഗമാണ്, അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് കണ്ടോ. ആരോടെങ്കിലും പറയുമോ അങ്ങേർക്ക് മാനസികമായിട്ട് പറയും? അതെ, ആരോടും പറയണ്ട, അങ്ങേർക്ക് ഇച്ചിരി മാനസിക രോഗം ഉണ്ടിട്ടാ, പറയണ്ട. ഇങ്ങനെ പറയുമോ? അങ്ങേർക്ക് ഹാർട്ട് അറ്റാക്ക് കണ്ടിട്ട് ആരോടും പറയണ്ടെന്ന് ആരെങ്കിലും പറയും? പറയില്ല. പക്ഷേ മാനസിക വിഭ്രാന്തി, അത് ഇച്ചിരി മനസ്സിന് ഇത്തിരി കുഴപ്പമുണ്ട്, ആരോടും പറയണ്ട,
കാരണം നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻ, അതെങ്ങാനും അറിഞ്ഞാൽ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ, അതെങ്ങാനും അറിഞ്ഞാൽ അവരുടെ കല്യാണം നടക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പ്രഷറാണ് നമുക്ക്. ഈ മനസ്സിന് രോഗം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മുടെ മക്കൾക്കോ നമ്മുടെ അമ്മയ്ക്ക് മനസ്സിന് രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുവിടാൻ പറ്റുമോ? നമ്മൾ അവരുടെ കൂടെ ജീവിക്കണം. അത് പറയണത് കേൾക്കാനുള്ള സന്മനസ്സുണ്ടാകണം. അപ്പോൾ എന്താ പറയണതെന്നറിയാമോ? നീ എന്നെ കൊല്ലാനാണ് വന്നേക്കണമെന്ന് എനിക്കറിയാം. അയ്യോ, ഇപ്പം നമ്മൾ ചിന്തിക്കണം, അത് ആ മനസ്സിൻ്റെ രോഗത്തിൽ നിന്നാണ് അവർ പറയുന്നത്, അവരുടെ നോർമൽ മൈൻഡിൽ നിന്നല്ല. പക്ഷെ ദൈവമേ, ഞാനിതൊക്കെ എന്തിനാ പറയണേ? ഇല്ല, മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അധികം മാത്തമാറ്റിക്സും എൻജിനീയറിങ്ങും ട്രിഗ്നോമെട്രിയും ബയോളജിയും കെമിസ്ട്രിയും സുവോളജി എല്ലാം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിന് നിറഞ്ഞു. ഈ മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ മറിച്ച് ദൈവിക ജ്ഞാനം പഠിച്ചാൽ മാത്രമേ ഈ മനസ്സ് ശക്തമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത മനസ്സിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ഡിപ്രഷൻ. ഒരുപാട് പഠിച്ചിട്ടുള്ള കുറേ പിള്ളേരെ എനിക്കറിയാം. പഠിപ്പിച്ചു, അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. അവൻ എൻ്റെ മോൻ ഇങ്ങനെ അമേരിക്കയിൽ പഠിച്ചു, ഇംഗ്ലണ്ടിൽ പഠിച്ചു, അവിടെ പഠിച്ചു, ഇവിടെ പഠിച്ചെന്ന് നാലാളോട് പത്രാസ് പറയാമെന്നല്ലാണ്ട് ആളെ കണ്ട് സംസാരിച്ചപ്പോഴെന്താ, അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ അകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് 0 ആണ്. ഇപ്പം ഞാനിതെല്ലാം പറയുമ്പോൾ അവസാനം ചെന്ന് എത്തൂട്ടോ, വിഷമിക്കണ്ട. ഇപ്പം എവിടേക്കാണ് പോകണമെന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നമ്മൾ പറയുന്നത് ഈശോ മിശിഹ 19 വയസ്സിൽ എന്ത് പഠിച്ചു? ബയോളജി, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ട്രിഗ്നോമെട്രി ഇതൊക്കെ പഠിച്ചോ? അതോ വേദശാസ്ത്രികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞു? എന്തുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു രീതി നമുക്ക് ചിന്തിച്ചുകൂടാ? ഒന്ന്, പൊതുവായിട്ടുള്ളൊരു കാര്യം. 2, നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലെ കാര്യമാണ് ഇനി വരുന്നത്. ലൂക്ക 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വചനം നമ്മൾ കേട്ടു, 46 കേട്ടു. ഇനി 52-ൽ എന്താ പറയുന്നത്? യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. കണ്ടോ, വീണ്ടും ജ്ഞാനം. ഇനി യേശു 30 വയസ്സുള്ളപ്പോഴത്തെ കാര്യം നമ്മൾ സുവിശേഷത്തിലെല്ലാം കേട്ടിട്ടുണ്ട്. ഇതോ അവനെപ്പറ്റി എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഓ എടാ മോനെ, നിന്നെ പെറ്റ ഉദരവും നിന്നെ വഹിച്ച ഉദരവും നിന്നെ മുലയൂട്ടിയ സ്ഥലങ്ങളും എത്ര ഭാഗ്യമുള്ളൂ. കാരണം ആ അമ്മച്ചിക്ക് മനസ്സിലായി, ഇതുപോലെ ഒരു ജ്ഞാനിയായ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞു, ഇത് നമ്മുടെ ഔസേപ്പ ആശാരിയുടെ മകനല്ലേ, അവൻ ഇത്രയും വലിയ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവൻ പറയണത് വലിയ ജ്ഞാനമാണ്, പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടി? ഇപ്പം നമുക്ക് ഈശോ എന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൽ നമ്മൾ കണ്ടു. ബയോളജിക്കലായിട്ട് കുഞ്ഞായിരുന്നപ്പോൾ, 12 വയസ്സായിരുന്നപ്പോൾ, ഒരു 20 വയസ്സായിരുന്നപ്പോൾ, 30 വയസ്സായിരുന്നപ്പോൾ, ഈ ഹോൾ ലൈഫ് എന്തായിരുന്നു? ജ്ഞാനത്തിൻ്റെ, ദൈവിക ജ്ഞാനത്തിൻ്റെ നിറവായിരുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ആ ജ്ഞാനം നമ്മളിൽ ജ്ഞാനസ്നാനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, യേശുവിൽ നിറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനം മുഴുവനും ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അതെന്നിലുണ്ട്, അതെന്നിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശാല ഹലബല ശാല ഹലബല ശാല ഹലബല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിൻ ചൈതന്യമേ വന്നു നിറഞ്ഞിടണേ. ദിവ്യവാഗ്ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. എല്ലാവരും പാടിക്കൊണ്ട്